സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വതിയോട് ക്ഷമ പറയണേണ്, ആദ്യം മ്യൂസിക് സ്കൂളിലെ ടീച്ചറായിട്ട് എൻ്റെ മോള് വരുന്നു, അതിനുശേഷം പതിയെ പതിയെ ഓരോ ചുമതലയായിട്ട് അവളെ ഏൽപ്പിക്കണം, അങ്ങനെ സ്കൂളിൽ തന്നെ അവളെ ഏൽപ്പിക്കണം. അന്നേരം അശ്വതി പറയണേ, പക്ഷേ ഈ സമയത്തും ഐശ്വര്യയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് മറക്കാൻ പാടില്ല. അന്നേരം ക്ഷമ പറയുവാണ്, ഐശ്വര്യ ചേച്ചിക്ക് മ്യൂസിക് സ്കൂളിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ രാധികയെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ, ആ കുട്ടിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അന്നേരം ക്ഷമ പറയണേ, ഇപ്പോൾ പറയണ്ട, പക്ഷേ ഇന്ന് തന്നെ നമുക്ക് പറയാം. ഏതൊക്കെ രീതിയിലാണല്ലേ ദൈവം പരീക്ഷിക്കുന്നത്. ആദ്യം കുറേ നാൾ സങ്കടം തന്നു, ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് സന്തോഷം തന്നുകൊണ്ടിരിക്കുക. ചേച്ചി വാ, എന്തൊക്കെയാണ് എൻ്റെ മോള് പറഞ്ഞതെന്ന് എനിക്ക് കേൾക്കണം. അങ്ങനെ പറഞ്ഞ് അശ്വതിനെയും കുട്ടി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീടാണ് കേട്ടോ. രാത്രിയിലെ രാധിക അടുക്കളയിലെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് ഒരു കോൾ വരുന്നത്. അങ്ങനെ രാധിക ഫോൺ എടുക്കുവാണ്. അത് ക്ഷമയായിരിക്കോട്ടെ വിളിക്കുന്നത്. അങ്ങനെ ഹലോ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക. അന്നേരം രാധികക്ക് ആളെ മനസ്സിലാവുന്നില്ല. രാധിക ചോദിക്കുക, ആരാ ഇത്? മോളെ എന്ന് വിളിക്കാനായിട്ട് അധികാരമുള്ള ഒരാളാണ്. ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് അശ്വതി ചേച്ചി മോളോട് ഒരു ജോലിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞിരുന്നു. അശ്വതി ചേച്ചി എന്നെക്കുറിച്ച് മോളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞു, ഒരു മാഡത്തെ പറ്റി പറഞ്ഞു. ആ മാഡമാണോ ഇത്? ആ അതെ. മോൾക്ക് എന്ത് ജോലി ചെയ്യാനാണ് ഇഷ്ടം? അത് അങ്ങനെയൊന്നുമില്ല, എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്യും. എത്ര കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും തന്നോളൂ, ഞാൻ ചെയ്തോളാം. പിന്നെ എനിക്ക് അത്ര വലിയ പഠിപ്പൊന്നുമില്ല. അന്നേരം ക്ഷമ പറയണേ, അങ്ങനെ മോളെ കഷ്ടപ്പെടുത്തുന്ന ജോലിയൊന്നും തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? മോള് നന്നായിട്ട് പാടുമല്ലേ? ആ അതെ, ഞാനൊരു പാട്ട് ക്ഷമ മാഡത്തിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗ്യം പോലെ ഒരു അവസരം കിട്ടിയതാ. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ വലിയ സങ്കടമായി. അതെന്തു പറ്റി? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഇത്ര ആരാധിക്കുന്ന ക്ഷമ മാഡത്തെ അടുത്ത് നിന്നൊന്ന് കാണണമെന്നുള്ളത്, ഒന്ന് സംസാരിക്കണമെന്നുള്ളത്. അന്ന് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പാടിയപ്പോൾ ക്ഷമ മാഡം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അന്നേരം ക്ഷമ പറയണേ, അത് സാരമില്ല, ഇത്ര ആരാധിക്കുന്ന കുട്ടിക്ക് ഉടനെ തന്നെ ക്ഷമ മാഡത്തെ കാണാൻ അവസരം കിട്ടും. അല്ല, ഇത്ര ആരാധിക്കുന്ന ക്ഷമ മാഡത്തെ കണ്ടു കഴിയുമ്പോൾ കുട്ടി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അന്നേരം രാധിക പറയണേ, കുറച്ചു നേരം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും. പറ്റുമെങ്കിൽ ഒന്ന് തൊടാൻ പറ്റും, പറ്റുവാണെങ്കിൽ ഒന്ന് തൊടും, പിന്നെ സമ്മതിക്കുവാണെങ്കിൽ. അന്നേരം ക്ഷമ ചോദിക്കണേ, ആ പിന്നെ സമ്മതിക്കുവാണെങ്കിൽ എനിക്കൊരു ഉമ്മ തരുമെന്ന് ഞാൻ ചോദിക്കും. അത് കേൾക്കുന്നതും ക്ഷമ സന്തോഷം കൊണ്ട് ഫോണിലൂടെ ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ഒന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. മാഡം എന്ന് പറഞ്ഞ് രാധിക വിളിക്കുക. ആ സമയം ക്ഷമ പറയണേ, തൽക്കാലം ക്ഷമ മാഡത്തിന് പകരം ഞാനൊരു ഉമ്മ തന്നൊന്ന് കൂട്ടിയാൽ മതി. ആ പിന്നെ മോളെ, ഞാനിപ്പോൾ വിളിച്ചതേ, ഞാൻ ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ചെറിയ കുട്ടികൾക്ക് വേണ്ടി. അവിടെ കുട്ടികൾക്ക് മ്യൂസിക് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചറായിട്ട് മോൾക്ക് വരാൻ പറ്റുമോ? അവിടുത്തെ കുട്ടികൾക്ക് മോൾക്ക് മ്യൂസിക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ മോളെ, ഞാനൊരു മ്യൂസിക് സ്കൂൾ ആരംഭിക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാ. അവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ടോ? അത് കേൾക്കുന്നതും രാധിക അങ്ങ് ഞെട്ടിപ്പോകുക. അയ്യോ, മ്യൂസിക്കും ഡാൻസും ഒക്കെ ഞാൻ ചെയ്യും, പക്ഷേ എന്നാലും അതൊന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അന്നേരം ക്ഷമ പറയണേ, അല്ലെങ്കിലും ഇതിലൊന്നും ആരും ഡിഗ്രി ഒന്നും എടുക്കാറില്ലല്ലോ മോളെ. കുട്ടികൾക്ക് അറിയാവുന്നത് മോൾ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഒപ്പം മോൾക്കും പഠിക്കാം. അല്ല, മോൾക്ക് പഠിപ്പിക്കാൻ വരാൻ താല്പര്യമുണ്ടോ? അത് കേൾക്കുമ്പോൾ രാധിക പറയണേ, അത് പിന്നെ ഞാൻ അച്ഛനോട് കൂടി ഒന്ന് ചോദിക്കട്ടെ, അച്ഛനോട് ചോദിച്ചിട്ട് മാഡത്തോട് പറയാം. അന്നേരം ക്ഷമ പറയണേ, ശരി, എനിക്കുറപ്പാ മോള് മ്യൂസിക് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വരും, മോൾക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകും. അന്നേരം രാധിക ചോദിക്കുക, സത്യം പറഞ്ഞാൽ ആ ചേച്ചിയോട് ഞാൻ പറ്റുമെങ്കിൽ ഒരു ജോലി ശരിയാക്കി തരുമെന്നാണ് ചോദിച്ചത്. പക്ഷെ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി ശരിയാക്കി കിട്ടുമെന്നും മാഡത്തെ പോലെ ഒരാൾ എന്നെ വിളിക്കുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അല്ല, മാഡത്തിൻ്റെ പേരെന്താ? ഈ സമയം ക്ഷമ എന്ത് പറയുമെന്ന് ആലോചിച്ചിരിക്കുമായിരിക്കും. പെട്ടെന്നാണ് ഈ കാഴ്ച കൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മുത്തശ്ശി രാധികയോട് ദേഷ്യപ്പെടുക, എന്താടി ഇത്? ഇവിടുത്തെ ജോലി ചെയ്ത് തീർക്കാതെ നീ ആരോടെ രാത്രി എന്ത് കിഞ്ഞിരിക്കുന്നത്? അതിന് മുത്തശ്ശി, വേണ്ട, മര്യാദയ്ക്ക് ഇവിടുത്തെ ജോലിയൊക്കെ തീർക്ക്, എന്നിട്ട് നിന്റെ സംസാരം കേട്ടാൽ മതി. എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യത്തില്ല, ഇങ്ങനെ ആരോടെങ്കിലും കിഞ്ഞിരിച്ച് നിന്നോളും. അതെ, ഇനി നീ അടുക്കളയിൽ കയറുമ്പോൾ നിൻ്റെ കയ്യിൽ ഈ ഫോൺ കണ്ടാലുണ്ടല്ലോ, അത് ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളയും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുകയാണ് കേട്ടോ. ഈ സമയം രാധിക ഷ്യാമയോട് പറയണേ, മാഡം, ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് മാഡത്തെ വിളിച്ച് വിവരം പറയാവേ. എന്നാൽ ശരി, ഞാൻ ഇപ്പോൾ ഫോൺ വെക്കുക. അങ്ങനെ പറഞ്ഞ് രാധിക കോള് കട്ടാക്കുവാണ്. ഈ സമയം ഷ്യാമയാണെങ്കിൽ മുത്തശ്ശി രാധിക വഴക്ക് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഷ്യാമ ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും കേട്ടോ. ആ സമയത്തായിരിക്കും അശ്വതി അങ്ങോട്ടേക്ക് വരുന്നത്. അശ്വതി ചോദിക്കുക, എന്താ ഷ്യാമേ? ആ സമയം ക്ഷമ പറയണേ, ചേച്ചി, അവിടെ വീട്ടിൽ മോൾക്ക് എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവിടെയുള്ള ഏതോ ഒരു സ്ത്രീ മോളെ വഴക്ക് പറഞ്ഞു, മുത്തശ്ശീൻ്റെ മറ്റുമാണ് മോൾ വിളിക്കുന്നത് കേട്ടത്. അന്നേരം അശ്വതി പറയണേ, ഓ അതൊക്കെ സാധാരണയല്ലേ, രാത്രിയിൽ പെൺകുട്ടികൾ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാലേ മുത്തശ്ശിമാർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ശകാരിച്ചു എന്ന് വരും, അതൊന്നും കാര്യമൊക്കണ്ട. അല്ല, മോളെ വിളിച്ചിട്ട് എന്താ അവൾ പറഞ്ഞത്? ജോലിക്ക് വരാമെന്ന് അവൾ സമ്മതിച്ചോ? അന്നേരം ക്ഷമ പറയണേ, അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും അവൾ നല്ല ചിട്ടയുള്ള കുട്ടിയാണ്.
അതെങ്ങനെ വരാതിരിക്കും? ശ്യാമയുടെ അല്ലേ മോള്? ഇതിനു വേണ്ടിയാണല്ലേ എന്നോട് വിളിക്കണ്ടെന്ന് പറഞ്ഞത്. എന്താണെങ്കിലും ഇനിയിപ്പോൾ മോളോട് ഇതുപോലെ സംസാരിക്കാനും അടുത്തു നിന്ന് കാണാനും ഒക്കെ പറ്റുമല്ലോ. അന്നേരം ശ്യാമയും സന്തോഷത്തോട് പറയണേ, അതേ ചേച്ചി, എത്ര പെട്ടെന്ന് തന്നെ മ്യൂസിക് സ്കൂള് തുടങ്ങണം, പറ്റുമെങ്കിൽ നാളെ തന്നെ. അങ്ങനെ എൻ്റെ മോള് മ്യൂസിക് സ്കൂളിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും വരാൻ പോകുക. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് രാധിക ജോലിയുടെ കാര്യം അച്ഛനോടും യശോദയോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രാധിക പറയണേ, സത്യം പറഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു ജോലി ശരിയാക്കി തരാനാ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞത്. പക്ഷേ ഇത്ര പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ഛൻ്റെ അഭിപ്രായം എന്താ? അന്നേരം ദേവൻ പറയണേ, മ്യൂസിക് സ്കൂളിലെ ടീച്ചറായിട്ടുള്ള ജോലിയല്ലേ, അതൊരു ദൈവികമായിട്ടുള്ള കലയാ. സത്യം പറയാലോ മോളെ, നിന്റെ ഭാവി സംഗീതത്തിൽ തന്നെയാ. എന്താടോ യശോദ തൻ്റെ അഭിപ്രായം? അന്നേരം യശോദ പറയണേ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, എല്ലാം ദൈവട്ടം പറയുന്നത് പോലെ. ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുമായിരിക്കും. മുത്തശ്ശി പറയണേ, എങ്ങോട്ട് പൊക്കോട്ടെ എന്ന്. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അവരെ? ഈ നാട്ടിലുള്ളവരാണോ അവർ? അറിയാൻ പാടില്ലാത്ത സ്ഥലത്തേക്കാണ് ഇവളെ പറഞ്ഞേക്കാൻ പോകുന്നത്. അതിന് പറ്റിയ സ്വഭാവമാണോ ഇവളുടേത്? അന്നേരം ദേവൻ പറയണേ, അതെ അമ്മേ, മക്കൾ വലുതായ ജോലിക്ക് പോകും. അത് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ വേണമെന്നാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ അങ്ങനെ വല്ലയിടത്ത് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. ഈ സമയം മുത്തശ്ശി പറയണേ, ഓ, തർക്കിക്കാനുള്ള മരുന്നൊക്കെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. ഇവളങ്ങോട്ടേക്ക് വിട്ടു കഴിഞ്ഞാലേ പിന്നെ 1-2 ദിവസം അതിനകം ഏതെങ്കിലും ചെറുപ്പക്കാരുടെ വിളിയോ അല്ലെങ്കിൽ രാത്രിയിലുള്ള വരവോ ഇവിടെ ഉണ്ടാകും. പിന്നീട് അങ്ങോട്ട് നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഓരോന്നാകും. അന്നേരം യശോദ പറയണേ, അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? രാധികമോള് പാട്ട് പാടാൻ പോയ സ്ഥലത്തൊക്കെ അവളെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. അമ്മ നോക്കിക്കോ, ഇനി നാളെ ഒരിക്കൽ നമ്മൾ അറിയപ്പെടാൻ പോകുന്നത് രാധികമോളുടെ പേരിലായിരിക്കും. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി കളിയാക്കിക്കൊണ്ട് പറയണേ, അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ദേവനാരായണൻ്റെ മകളെക്കുറിച്ചാണല്ലോ നാട്ടിൽ മുഴുവൻ സംസാരം. വിവാഹം കഴിയാതെ താലി കഴുത്തിൽ സൂക്ഷിച്ച് നടക്കുന്നവളല്ലേ ഇവള്. അതിനെക്കുറിച്ച് തന്നെ നാട്ടുകാരോ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ദേവൻ പറയണേ, അമ്മ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, മോള് ജോലിക്ക് പോകും. അത് കേൾക്കുന്നതും രാധികയ്ക്ക് സന്തോഷമാകുവാണ്. ഈ സമയം ദേവൻ്റെ ഫോൺ ബെല്ലടിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ രാധിക ദേവന് ഫോൺ എടുത്ത് കൊടുക്കുക. പ്രിയങ്കയായിരിക്കും വിളിക്കുന്നത്. ആ സമയം ദേവൻ ഫോൺ അറ്റൻഡ് ചെയ്യുക. എന്താ മോളെ? അച്ഛാ, എല്ലാവരും ഉണ്ടോ അവിടെ? ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. രാധിക മോൾക്കൊരു ജോലി ശരിയായി, മ്യൂസിക് സ്കൂളിലെ ടീച്ചറായിട്ട്. മോളോട് ചേച്ചി തന്നെ കൂടുതൽ കാര്യം പറയും. അന്നേരം പ്രിയങ്ക പറയണേ, ഓ, എനിക്കതൊന്നും കേൾക്കണ്ട, അച്ഛൻ ഫോൺ സ്പീക്കറിലിട്, എനിക്ക് എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ഫോൺ സ്പീക്കറിലിടുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, ഞാനും വരണും കൂടി അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതെന്താ മോളെ പെട്ടെന്ന്? വരണിനി തിരിച്ചു പോകുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ പെട്ടെന്ന് തീരുമാനം മാറ്റി. മറ്റന്നാൾ തന്നെ ഞങ്ങൾ പോകും. അതിനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വീട്ടിലേക്കൊന്നും വരാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് മറ്റന്നാൾ രാവിലെ തന്നെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി ഇങ്ങോട്ടേക്ക് വരണം. ഞങ്ങളെ യാത്രയാക്കണം. ആ സമയം ദേവൻ ചോദിക്കണേ, അല്ല മോളെ, അപ്പോൾ രാധികയോ? രാധിക വരണ്ടേ? ചേച്ചി വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, കൂട്ടുന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അച്ഛാ, എനിക്കിവിടെ കുറച്ച് തിരക്കുകളുണ്ട്. എന്നാൽ പിന്നെ പറഞ്ഞതുപോലെ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക പെട്ടെന്ന് തന്നെ കോള് കട്ടാക്കുവാണ്. ഈ സമയം അവരുടെ യാത്രയെക്കുറിച്ച് അറിഞ്ഞിട്ട് രാധികയ്ക്ക് വല്ലാതെ ടെൻഷനും സങ്കടമൊക്കെ ആകുവാണ്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും അവർ അമേരിക്കയിലേക്ക് പോകാൻ തുടങ്ങിയത് നന്നായി. അല്ലെങ്കിലും ഈ നഷ്ടനാട്ടിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. അതാ അവരുടെ രണ്ടുപേരുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവുന്നതും. ഈ സമയം രാധിക സങ്കടത്തോടെ റൂമിലേക്ക് കയറി പോകുക. അത് കാണുമ്പോൾ ദേവൻ പറയണേ, പാവൻ രാധിക മോള്, പ്രിയങ്ക അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾക്ക് സങ്കടമായി. അവളുടെ ഉള്ളിൽ നല്ല വിഷമം തട്ടിയിട്ടുണ്ട്. ആ സമയം മുത്തശ്ശി പറയണേ, അവളുടെ വിഷമമൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ പ്രിയങ്ക കണിമകലം പോലുള്ള വലിയൊരു തറവാട്ടിലേക്ക് മരുമകളായി പോയത് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് അവർ അമേരിക്കയിലേക്കും കൂടി പോകാൻ പോകുന്നതെന്ന് അറിയുന്നത്. എന്താണെങ്കിലും എനിക്ക് സന്തോഷമായി. ഇതോടുകൂടി പ്രിയങ്കമ്മയുടെ കാര്യത്തിൽ ഇനിയൊരു ടെൻഷനും വേണ്ട. അവളുടെ ജീവിതത്തിന് ഇനി ഒരു തടസ്സവും ഇല്ല എന്നും പറഞ്ഞ് മുത്തശ്ശി സന്തോഷത്തോടെ റൂമിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം ദേവൻ പറയണേ, പ്രിയങ്കമോള് രാധികമോള് ഒരു ശത്രുവിനെ പോലെയാണല്ലോ കാണുന്നത്. എന്താണെങ്കിലും നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മുടെ കൂടെ രാധികമോളും ഉണ്ടാകും. അതെ, അവളും വരട്ടെ എന്ന് യശോദയും പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന രാധികനെയാണ്. രാധിക പറയുക, എന്തായിരിക്കും വരുൺ പെട്ടെന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചത്? ഇതായിരിക്കോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് വരുൺ പറഞ്ഞത്? എന്താണെങ്കിലും ഇത് തന്നെയാണ് നല്ലത്. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ പ്രിയങ്കയുടെ ജീവിതം നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഒരു ഫോൺ വരുന്നത്. അങ്ങനെ രാധിക ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് വരുണിൻ്റെ കോളായിരിക്കും കേട്ടോ. അപ്പം തന്നെ രാധിക കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ഈ സമയം വരുൺ പറയണേ, അതെ, ഞാനിനി തന്നെ വിളിച്ചൊന്നും ശല്യപ്പെടുത്തില്ല. ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് തന്നോട് ഒരു കാര്യം പറയണമെന്നുണ്ട്. എൻ്റെ മരണം കൊണ്ട് പോലും ഒരിക്കലും എനിക്ക് തന്നെ മറക്കാൻ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് തന്നെ മാത്രമാണ്. എന്നെങ്കിലും എൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് താൻ തിരിച്ചറിയും.
അങ്ങനെ പറഞ്ഞ വരുൺ പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുവാണ്ടോ. ഈ സമയം രാധികക്ക് വല്ലാതെ സങ്കടമാകുവാണ്. രാധിക തകർന്നു പോകുക. രാധിക കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറയണേ, എന്തിനാ ഞാനിങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തിനാ എൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ വേദനിക്കുന്നത്? പോട്ടെ, എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ. അങ്ങനെ പറഞ്ഞ് ആകെ തകർന്ന് താഴെ നിലത്ത് തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതേസമയം വരുണോട് രാധികയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അശ്വതി മ്യൂസിക് ക്ലാസ്സിനുള്ള ഒരുക്കങ്ങളും മറ്റുമൊക്കെ ചെയ്യുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ രാധിക അശ്വതിനെയും കുട്ടി അവിടെ എത്തുന്നത്. ഇതാണോ മോളുടെ സ്ഥലം? ആ അതെ അമ്മേ. ആ മാഡം, ഇതാ എൻ്റെ അമ്മ. ആ എനിക്കറിയാം, അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഈ സമയം രാധിക ചോദിക്കണേ, ഇവിടെയാണോ മാഡം ഞാൻ പഠിപ്പിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ സംഗീതം പഠിപ്പിക്കുന്ന സ്കൂളാന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു സ്കൂളാണ് ഞാൻ വിചാരിച്ചത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ സ്കൂളാണ്, പക്ഷേ ഇത് ഭയങ്കര വലുതാണല്ലോ. അതെ, അതൊന്നും കണ്ട് രാധിക പരിഭ്രമിക്കണ്ട. വാ, അവിടെ മാഡം കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ വിളിച്ച മാഡം ഇല്ലേ, വാ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് അശ്വതി രാധികനെയും യശോദനെയും കുട്ടി ശ്യാമയുടെ റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ശ്യാമ പർദ്ദയൊക്കെയിട്ട് അവിടെ ഇരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അശ്വതി മാഡം വിളിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്യാമ മുഖമൊക്കെ മറക്കുവാണ്. ഈ സമയത്തിനെ യശോദനെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് അശ്വതി. അന്നേരം രാധിക പറയണേ, ഇന്നലെ മാഡത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പേര് ചോദിച്ചു, പക്ഷെ മാഡത്തിന് പേര് പറയാൻ പറ്റിയില്ല. അന്നേരം ശ്യാമ പറഞ്ഞേ, ആ ശരിയാ, പേര് പറയുന്നതിനിടയിൽ ചെറിയ തടസ്സം വന്നുവല്ലേ, എൻ്റെ പേര് ഫിദാന്ന. അന്നേരം രാധിക പറയണേ, മാഡം ഞാൻ ചെറുതായിട്ട് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാലും ഇത്രയും വലിയൊരു സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കാൻ വരേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. തൽക്കാലം ഞാനിപ്പോൾ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്ത് ഇവിടെ നിന്നോളാം. അന്നേരം അശ്വതി പറയണേ, അതൊന്നും പറ്റില്ല. മാഡം ഈ മ്യൂസിക് സ്കൂൾ നോക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നെയാ. എന്നാൽ എനിക്ക് മിക്കപ്പോഴും ഫിദ മാഡത്തിൻ്റെ കൂടെ യാത്രകളും മറ്റും ഉണ്ടാവും. അതുകൊണ്ട് രാധിക വേണം ഇതിന് മൊത്തം ചുമതലയും നോക്കി നടത്താനായിട്ട്. അത് കേട്ട് ഞെട്ടലോടുകൂടി നിൽക്കുന്ന രാധികനെയും യശോദനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.